ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ഓർക്കിഡ് പ്ലാന്റിൽ തന്നെ പെടുന്ന ഒരു സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഓർക്കിഡിൻ്റെ ചെടീനെ പറ്റിയിട്ടാണ്. ഓർക്കിഡിൽ തന്നെ വരുന്ന ഒരു ഡാൻസിങ് ലേഡി എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. ഇതിന് നല്ല യെല്ലോ കളറിലുള്ള പൂവാണ് വരുന്നത്. സാധാ ഓർക്കിഡ് ചെടികളെ അപേക്ഷിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട്, അതായത് തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ വേഗം കേടുകൂടാതെ ലോ മെയിൻ്റനൻസ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഓർക്കിഡിൽ തന്നെ. ഈ ഒരു ചെടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ പിടിച്ചു കിട്ടും. സാധാ നമ്മൾ ഓർക്കിഡ് ചെടിയൊക്കെ നട്ടു കൊടുക്കുമ്പോൾ തന്നെയാണ് നട്ടു കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സോയിലല്ല വരുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ഓർക്കിഡിൽ നമ്മൾ കരിക്കട്ട, അതുപോലെ തന്നെ ചകിരിത്തുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത്. പോട്ടില്ലാതെ തന്നെ ഇതുപോലെ ഒരു മരക്കഷ്ണം ഉണ്ടെങ്കിൽ നമുക്കതിൽ നല്ല ഹെൽത്തി ആയിട്ട് ഈ ചെടി വളർത്തിയെടുക്കാം. നമ്മളിങ്ങനെ ഒരു വേര് പോലുള്ളൊരു ചെടി എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു മരക്കഷ്ണത്തിൽ അല്ലെങ്കിൽ സാധാ ഉള്ളൊരു ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന മരത്തിലും കുഴിച്ചിടാം. അല്ലാതെ ഇതുപോലെ ഒരു ഉണക്കമരം നമുക്ക് കുഴിച്ചിട്ടിട്ട് അതിലും വളർത്തിയെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സാധാരണ അങ്ങനെ ഒരു ഉണക്കമരം പോലത്തേൽ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഉള്ളത്. വളരെ സിമ്പിളാണ്. ഒരു ചേരിത്തുണ്ട് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ചെടി ഇതിലേക്ക് വെച്ചതിന് ശേഷം ഒരു കയറെങ്ങാനും ഉപയോഗിച്ചൊന്ന് കെട്ടി കൊടുത്താൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു മരവുമായിട്ട് അത് ചേർന്ന് നിന്നോളും. അതുപോലെ തന്നെ കരിക്കട്ട, പിന്നെ നമ്മളെ ചേരിത്തുണ്ട്, പിന്നെ ഓടിൻ്റെ കഷ്ണം, ഇഷ്ടിക കഷ്ണം, പിന്നെ അതുപോലെ തന്നെ ചകിരിത്തുണ്ട് മാത്രം വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു മരത്തിനോട് അത് ചേർന്നോളും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചകിരിത്തുണ്ട് എടുത്ത് കളയാം, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മരം കാണാതെ ഒരുപാട് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പുതുതായിട്ട് തൈകളും ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ വേരുകളൊക്കെ നിൽക്കറിയാൻ നല്ലോണം അത്യാവശ്യം പുറത്തേക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഓർക്കിഡ് ചെടികളുടെ വേരുകളൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് അതിൻ്റെ ന്യൂട്രിയൻസും ഈർപ്പവും ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേരുകൾ പുറത്തേക്ക് വിട്ടിട്ട് വളർത്തുന്ന ഒരു രീതി ഇതിനുള്ളത്. ഇപ്പോൾ പോട്ടിലാണെങ്കിൽ നമുക്ക് ഓട്ടയുള്ള പോട്ടാണ്. എല്ലാവർക്കും അറിയാം, ഓർക്കിഡ് ചെടികൾ നമ്മൾ നട്ടു കൊടുക്കുന്നത് അങ്ങനെ ഹോളുകൾ ഉള്ളൊരു പോട്ടിലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങളോ ചെറുത്തുണ്ടോ ഒക്കെ വെച്ചെടുത്തിട്ട് അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓർക്കിഡ് ചെടീൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിതുപോലെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം, ഒരു 2 ആഴ്ച മിനിമം അത് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. ഇതിന് നല്ലൊരു യെല്ലോ കളറിലുള്ള പൂവാണ് വരുന്നത്. ഇതിന് ഡാൻസിങ് ലേഡി എന്ന് വിളിക്കാനുള്ള ഒരു മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ, നല്ല കാറ്റടിച്ചാലൊക്കെ നല്ലൊരു ഇളകി കളിക്കും. ഒരു ഡോള്, അതുപോലെ തന്നെ ഒരു സ്കേർട്ട് ഇട്ട് നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു പൂവ് നോക്കുമ്പോൾ മനസ്സിലാവുക. ഒരു ഹെഡ് ഭാഗം പോലെയും പിന്നെ അത് താഴോട്ട് ഇതിൻ്റെ ഒരു സ്കേർട്ട് മോഡലായിട്ടാണ് നമുക്ക് തോന്നും കാണുമ്പോൾ. അപ്പോൾ കാറ്റടിക്കുമ്പോഴൊക്കെ അതിങ്ങനെ ഇളകി കളിക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഡാൻസ് ചെയ്യുന്ന ലുക്കിലാണ്. അതുകൊണ്ടായിരിക്കും ഈ ഒരു ചെടിക്ക് ഡാൻസിങ് ലേഡി എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത്. വേറെ ഒരു മരത്തിൽ വെച്ച് കൊടുത്തിട്ടാണ്, നമ്മളെ കവുങ്ങിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല ചുറ്റുഭാഗത്തുമായിട്ട് ചകിരി വെച്ചിട്ട് ഒരു പോട്ട് പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് 2-3 തൈ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് തൈകളൊക്കെയായി പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. ഒരുപാട് തൈകൾ വെച്ച് ഒരുപാട് പൂക്കൾ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിപ്പം അങ്ങനെ കവുങ്ങൊക്കെ അതിൻ്റെ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു മരമാണല്ലോ. അപ്പോൾ അതിൽ അങ്ങനെ വെച്ച് കൊടുത്താലും മതി. ചേരി നന്നായിട്ട് ഒരു പോട്ട് പോലെ വിടർത്തി വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ കരിക്കട്ട ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ ഒരു ബലത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലാതെ വെറും ചേരിത്തുണ്ടിൽ മാത്രം വെച്ച് കൊടുത്താലും ഈ ചെടി ഹെൽത്തി ആയിട്ട് വളർന്നോളും. പിന്നീട് നമ്മൾ കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുള്ളൊരു കുറ്റി ഉണ്ടായിരുന്നു, അപ്പോൾ അതിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ വെച്ചാണ്. ഇത് നമ്മൾ കുറച്ച് കരിക്കട്ട ഈ മരത്തിൻ്റെ അവിടേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. വേരുകൾ എപ്പോഴും അറിയാം പുറത്തേക്ക് തന്നെ വേണം ഓർക്കിഡിന്. പിന്നെ ഒരു തണ്ട് പോലത്തെ നല്ല കട്ടിയുള്ളൊരു കിഴങ്ങ് പോലത്തേൽ നിന്നാണ് ഇത് ഉണ്ടായി വരുന്നത്. അതിൽ നിന്ന് പിന്നെ ഇലകളായിട്ട് വരികയാണ് ചെയ്യുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത്. ഇപ്പം നമുക്ക് തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചീഞ്ഞു പോവില്ല. പിന്നെ ഒരുപാട് വളമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. ലോ മെയിൻ്റനൻസ് ആയിട്ട് വളർത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓർക്കിഡ് പരിപാലനമൊക്കെ തുടങ്ങി പിന്നെ നല്ല വലുപ്പത്തിലേക്ക് വലിയ ചെടികളിലേക്കും നമ്മൾ പലതരത്തിലുള്ള ഓർക്കിഡ് ഉണ്ട്, ഡെൻഡ്രോബിയം, ബാത്തിൽപ്പെടുന്ന ഓർക്കിഡ് വളർത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്.
ഇതും അതുപോലെ തന്നെ ലോ മെയിൻ്റനൻസിൽ വരുന്നൊരു മറ്റൊരു ഓർക്കിഡാണ് പീജിയൻ ഓർക്കിഡ്. കളറിൽ നമ്മളൊരു പ്രാവിൻ്റെ ലുക്കിലുള്ളൊരു പൂവാണ് ഇതിലുണ്ടാവുക. ഒരു വൈറ്റും അതുപോലെ തന്നെ യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പൂക്കളില്ല, ഈ ഒരു സീസണിൽ ഇത് പൂവിടുന്നൊരു സീസണല്ല. അപ്പോൾ പൂവുണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ആ ഒരു തണ്ട് നിറച്ചും നമുക്കിതുപോലെ പൂക്കൾ ഉണ്ടായി കിടക്കും. ഇത് നമ്മൾ വലിയൊരു മരത്തിൻ്റെ ഒരു കുറ്റിയാണ്, അത് നമ്മൾ കവുങ്ങിൽ പിടിപ്പിച്ചിട്ട് ആ ഒരു മരത്തിൻ്റെ ഇതിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കണ്ടില്ലേ, ഒരു ചകിരിത്തുണ്ട് മൊത്തമായിട്ട് നമ്മൾ ഒരു ചെറിയൊരു റോപ്പ് വെച്ച് കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ വേരുകളൊക്കെ ആയി വന്നപ്പോൾ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.